എല്ലാവർക്കും ആഷ്ബിക്രിയേഷൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് യോക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിൽക്ക് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ക്രീം കളറ്, ഗ്രീൻ കളറ്, ഗ്രേ അല്ല സിൽവർ കളറിലെ സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ആങ്കർ ത്രെഡും റെഡ് കളറിലെ ആങ്കർ ത്രെഡ്, ഇത്രയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നോർമൽ നീഡിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ചെറിയൊരു മാല പോലത്തെ ഒരു ബീഡ്സ് വേണം നമുക്ക്, ഇതുപോലത്തെ സെയിം സാധനം. ഞാൻ ഇതുപോലെയാണ് പിക്ചർ ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ആ യോക്ക് പോർഷനിൽ ഫുൾ ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് വരുന്നത്. 2 ലീഫും സ്റ്റെമ്മും ഫ്ലവറുമായിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. അതിന് ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഫ്ലവർ ബുള്ളിയൻ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ബുള്ളിയൻ റോസാണ് ചെയ്യുന്നത്. ഞാൻ 6 സ്ട്രാൻഡ്സിലാണ് നൂലെടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഫുള്ള് സൂചിയും മുകളിലേക്ക് കയറ്റരുത്, പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ഒരു 5-6 പ്രാവശ്യം ത്രെഡ് നമുക്ക് സൂചിയിൽ ചുറ്റിയെടുക്കണം. ഇത് പതിയെ വലിച്ചു കൊടുക്കണം. നമ്മൾ ആ നൂല് പിടിച്ചിരിക്കുന്ന ഭാഗത്തൊന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ സൂചി മുകളിലേക്ക് വന്നോളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ കുത്തിയിട്ട് നമ്മളിങ്ങനെ അടുപ്പിച്ചല്ല ചെയ്യുന്നത്, കുറച്ച് അകത്തിയാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഫ്ലവർ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇച്ചിരി അകത്തി വേണം നമ്മൾ അടുത്ത ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പതിയെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതിയേ. പതിയെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് നമ്മൾ ഈ 2 ലീഫ് ആദ്യം ചെയ്തപ്പോൾ, ലീഫല്ല പെറ്റൽസ് ആദ്യം ചെയ്തപ്പോൾ നമ്മൾ 5 or 6 ടൈംസിലല്ലേ ചെയ്തത്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 12 അല്ലെങ്കിൽ 13 പ്രാവശ്യം നമുക്ക് ചെയ്യാം. ഇതുപോലെ ഒരു 13 or 14 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു വലുപ്പത്തിൽ നമുക്ക് കിട്ടുവേ. നമുക്ക് അത് ആ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തെ ഭാഗത്തൂടെ സൂചി കയറ്റിയിട്ട് സെയിം ഒരു 15-16 പ്രാവശ്യം നമുക്ക് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ, ഫ്ലവറിൻ്റെ ഒരു വലുപ്പം അനുസരിച്ചിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ക്രീം കളറിലെ ത്രെഡ് വെച്ചിട്ട് അത് ഞാൻ ഒരു 18 അല്ലെങ്കിൽ 19 പ്രാവശ്യമൊക്കെ ഞാൻ വൈൻഡ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, സെയിം മറ്റേ നമ്മൾ ഗ്രേ കളറിലെ നൂല് വെച്ച് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മളുടെ ഒരു ഫ്ലവർ വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ വരും. ഇനി നമുക്കെല്ലാം ഒന്ന് ലോക്കിട്ട് കൊടുക്കാം, കാരണം പൊങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലോക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് അത് അല്ലെങ്കിൽ ത്രെഡ് അത് ഒന്ന് പൊങ്ങിയിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലോക്കിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ റെഡ് കളറിലെ ആങ്കർ ത്രെഡ് വെച്ചിട്ട് 2 പ്രാവശ്യം ചുറ്റിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കും. നമുക്ക് സ്റ്റെം ചെയ്ത് കൊടുക്കാം. സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോസും ഉണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന സ്റ്റിച്ചാണ് കേട്ടോ ഇത്. നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. ലീഫിനെ ഫിഷ്ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ലീഫാണിത്. ഇതാണ് നമ്മളുടെ ഫൈനലായിട്ടുള്ള ഫ്ലവർ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മളുടെ ആ യോക്ക് പോർഷനിൽ ഫുള്ളും നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്.
ഇതാണ് ഓവറോൾ ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. പിന്നെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. Thanks for watching.